ബ്യൂട്ടിഫുൾ ലവേഴ്സ്. അപ്പോൾ ഇന്ന് റിച്ചുവിൻ്റെ സ്കൂളിൽ ആനുവൽ ഡേ ആണ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്കൂളിലേക്ക് നടന്നു പോകേണ്ട ദൂരമാണ് കേട്ടോ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ നടന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പോകുന്ന വഴിയാണ് കേട്ടോ ഇത്. നല്ല രസമില്ലേ കാണാൻ. അങ്ങനെ സ്കൂളിൽ എത്തിക്കഴിഞ്ഞപ്പം ഒരുപാട് ആൾക്കാരൊന്നും വന്നിട്ടില്ല. കുറച്ച് പേരൊക്കെ വന്ന് ചെയറിലൊക്കെ ഇരിക്കുന്നേ ഉള്ളൂ. 5 മണിക്കാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് പറഞ്ഞു. ഞങ്ങൾ അവിടെ എത്തുമ്പോൾ തന്നെ 5:45 എന്നിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പ്രോഗ്രാം തുടങ്ങാനായിട്ട് കുറച്ച് ടൈം എടുക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ പിള്ളേരെ കാണാൻ വേണ്ടി പോയിട്ടോ. അതായത് കുട്ടികളെല്ലാവരും നല്ല ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നിൽക്കുന്നുണ്ട്. എല്ലാവരും കാണാൻ നല്ല രസമുണ്ടായിരുന്നു. കാരണം ഡ്രസ്സ് ഫുള്ള് ഇങ്ങനെ സീക്വൻസ് വർക്കൊക്കെ വെച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു. എല്ലാവരും കുറേ പേര് മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞു, കുറേ പേര് മേക്കപ്പ് ചെയ്യാൻ നിൽക്കുന്നു. നമ്മുടെ റിച്ച് വന്നു. റിച്ച് ഡ്രസ്സ് മാത്രമാട്ടോ ചേഞ്ച് ചെയ്തിട്ടുള്ളൂ, മേക്കപ്പ് ഒന്നും കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾക്കിവർ ക്ലാസ്സിനകത്ത് പോയിട്ടൊന്നും കാണാൻ പറ്റിയില്ല. അതുപോലെ ജനലിൻ്റെ സൈഡിൽ നിന്നിട്ടാണ് കേട്ടോ കണ്ടത്. അമ്പാടി പിന്നെ ഡാൻസ് ഒന്നും ചേർന്നിട്ടുണ്ടായിരുന്നില്ല. അവന് ഭയങ്കര മടിയാണ്. കഴിഞ്ഞ വർഷമൊക്കെ കളിച്ചു, പക്ഷേ ഇത്തവണ അവൻ ചേർന്നില്ല. എന്നോട് പറഞ്ഞ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയ മമ്മി എൻ്റെ ഡ്രസ്സൊക്കെ അഴിച്ച് മാറ്റും, പിന്നെ വേറെ ഡ്രസ്സ് ഇടണം, എനിക്ക് അതൊന്നും ഇഷ്ടമല്ല എന്നാണ് കേട്ടോ പറയുന്നത്. അവൻ പോക്കറ്റിൽ മുട്ടായിയൊക്കെ വാങ്ങിച്ചിട്ട് വന്നതിനൊക്കെ എടുത്ത് കൊടുക്കാം കേട്ടോ റിച്ചുവിന്. അത് കഴിഞ്ഞ് ഞങ്ങൾ പരിപാടി തുടങ്ങുന്ന സ്ഥലത്ത് പോയിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും കുറച്ച് ആളുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ സ്കൂളിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്ത് പരിപാടി നടക്കുകയാണെങ്കിലും അവിടെയുള്ള കുട്ടികൾ തന്നെയാണ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്നത്. അത് ഭാവിയിൽ അവർക്ക് നല്ലൊരു കാര്യമായിരിക്കും കേട്ടോ അങ്ങനെയുള്ളത്. നമ്മുടെ തന്നെ ബേബി ബിസ്ക്കറ്റൊക്കെ കഴിച്ചിട്ട് ഇവിടെ ഇരിക്കുകയാണ്. ഇവനിവിടെ എത്ര നേരം ഇങ്ങനെ ചിരിച്ചും കളിച്ചിരിക്കുന്ന അറിയില്ല. കുറച്ച് നേരം കഴിയുമ്പോഴത്തേനും ഇനി വീട്ടിൽ പോകേണ്ട അവസ്ഥയായിരിക്കും കരഞ്ഞിട്ട്. ആനുവൽ ഡേ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫേമസ് ആയിട്ടുള്ള ഫിലിം ഡയറക്ടറാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. ഫാറൂഖ് അബ്ദുൾ റഹ്മാൻ എന്നുള്ളൊരു സാറായിരുന്നു. കേരള ടെലിവിഷൻ അവാർഡും അതുപോലെ തന്നെ കേരള ഫിലിം അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള ഒരാളാണ്. നല്ല അടിപൊളിയായിട്ടുള്ള അവാർഡ് ഫിലിമൊക്കെ എടുത്തിട്ടുള്ള ഒരാളാണ് കേട്ടോ. അയാൾ സംസാരിക്കുന്നത് കേൾക്കാൻ നല്ല അടിപൊളിയായിരുന്നു. വലിയവർക്കായാലും കുട്ടികൾക്കായാലും നന്നായിട്ടുള്ള മോട്ടിവേഷണൽ സ്പീച്ചായിരുന്നു കേട്ടോ ആൾ തന്നത്. ഇവിടെ വന്നപ്പോഴാണ് അദ്ദേഹത്തെക്കുറിച്ച് മനസ്സിലായത് തന്നെ. ഇങ്ങനെ ഒരു ഡയറക്ടർ ഉണ്ടെന്ന് അറിഞ്ഞത് തന്നെ ഇവിടെ വന്ന ശേഷമാണ്. അവിടെ ഇരുന്നപ്പം നല്ല രീതിക്ക് മഴ വരുന്ന പോലെ ഒരു ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ. നന്നായിട്ട് കാർമേഘം അവനെ മൂടിക്കെട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. ചെറുതായിട്ട് ഓരോ തുള്ളിയായിട്ട് മഴയും പെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ 2024 നമ്മളെല്ലാവരും ഒരേപോലെ സങ്കടത്തിലാക്കിയ ഒരു കാര്യമായിരുന്നല്ലോ ചൂരൽമലയിലെ ഉരുൾപൊട്ടൽ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട്, അവരെ ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോയും അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ നല്ല ഇമോഷണലായി. കുറേ നേരം ഉണ്ടായിരുന്നു വീഡിയോ. എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. അടുത്തത് നമ്മുടെ ആരുവിൻ്റെയും റിച്ചുവിൻ്റെയും പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. ഇതിലെനിക്ക് സോങ് ആഡ് ചെയ്യാൻ പറ്റുന്നില്ല, കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു. രണ്ടാളും നല്ല രീതിക്ക് തന്നെ പെർഫോം ചെയ്തു. അവർക്ക് പ്രാക്ടീസ് നല്ല കുറവായിട്ടാണ് കിട്ടിയിരിക്കുന്നത്, പക്ഷേ അവരെ കൊണ്ടാവുന്ന രീതിക്ക് അവർ നന്നായിട്ട് തന്നെ രണ്ടാളും ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അവൻ്റെ ഡാൻസ് കഴിഞ്ഞപ്പം പോയി കോസ്റ്റ്യൂമൊക്കെ ചേഞ്ച് ചെയ്ത് അവനെ വിളിച്ച് എൻ്റെ അടുത്ത് കൊണ്ടിരുത്തി കേട്ടോ. ടോട്ടൽ 31 ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ. രാത്രി 11 മണിയൊക്കെ ആയി കഴിയുമ്പോൾ ലാസ്റ്റ് ഇവരെ ഡാൻസ് പഠിപ്പിച്ചൊരു സാറിൻ്റെ പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഇതവിടെ ഒരുപാട് കുഞ്ഞു കുട്ടികൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഇനിയിപ്പോൾ അവരെങ്ങനെ അനുകരിക്കാൻ ശ്രമിച്ചാലോ, അങ്ങനെ ഒരു ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആൾ നല്ല അടിപൊളിയായിട്ട് ചെയ്തു കേട്ടോ. പരിപാടി എല്ലാം കഴിയുമ്പം 11 മണി 11:30 എനിക്കാണെങ്കിൽ നല്ല തലവേദന എടുക്കാൻ തുടങ്ങി. റിച്ചു ആണെങ്കിൽ മമ്മി വാ പോവാ, എനിക്ക് ഐസ്ക്രീം വാങ്ങിച്ചാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.